പ്രചാരണം അതിവേഗം മുന്നോട്ട് പോകവേ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഉയർന്നു വന്നിട്ടുള്ള കേസുകളിൽ കോടതിയിലൂടെ അത് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയതോടുകൂടി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി മറച്ചുവെക്കാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിനും മകൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ജനങ്ങളെ മുമ്പിൽ വിശദീകരിക്കാനാവാത്ത മുഖ്യമന്ത്രി KSIDCയെ ഉപയോഗിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് SFIO അന്വേഷണത്തിൽ നിന്ന് തടി തപ്പാനുള്ള നീക്കമാണ് നടത്തിയത്. അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. SFIO അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നു, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യത്തിനാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് സത്യം തുറന്നു പറയാൻ തയ്യാറാവണം. മാസപ്പടി വിവാദത്തിൽ തനിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള പങ്ക് എന്താണ്? എന്തിനാണ് CMRLനെ വഴിവിട്ട് സഹായിച്ചത്? എന്തിനാണ് ആ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയത്? രാഷ്ട്രീയ നൈതികതയും ധാർമ്മികതയും അല്പമെങ്കിലും ശ്രീ പിണറായി വിജയനിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വസ്തുതകളായി ജനങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവണം. ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ സാമുദായിക ഏകീകരണത്തിനുള്ള മറുമരുന്നാണ് പിണറായി വിജയൻ കാണുന്നത്. അതിനാണിപ്പോ ജനശ്രദ്ധ തിരിച്ചുവിടാൻ CAA പോലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തെരുവിലിറങ്ങാൻ തയ്യാറാവുന്നു. മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഭരണസ്തംഭനത്തിന്, അഴിമതിക്ക്, സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് എന്ന് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് പകരം, ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം, തനി രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം വർഗീയ മുതലെടുപ്പ് നടത്തി പ്രചാരണം നടത്താനാണ് ശ്രമിക്കുന്നത്. ഇത് വിലപ്പോവില്ല എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ നൽകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. വർഗീയ പ്രചാരണം നടത്തി ശരിയായ അജണ്ട മാറ്റിമറിക്കാനുള്ള ശ്രീ പിണറായി വിജയന്റെ നീക്കം, അതിന് കുടപിടിക്കുന്ന UDFന്റെ സമീപനത്തെ ചെറുത്തു തോൽപ്പിക്കാനാണ് NDAയുടെ തീരുമാനം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്ക് വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും ആദ്യഘട്ടത്തിൽ കേരളത്തിൽ പ്രചാരണം നടത്താൻ 15-ാം തീയതി പത്തനംതിട്ടയിലാണ് അദ്ദേഹം ഔപചാരികമായി തന്റെ തെരഞ്ഞെടുപ്പ് റാലികൾ തുടക്കം കുറിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും LDFൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും. നാളെ 14-ാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇരു മുന്നണികളിൽ നിന്നും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒഴുക്കുണ്ടാകും. പത്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും ആളുകൾ NDAയിൽ ചേരാൻ തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം അണിചേരുന്ന സാഹചര്യമുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കക്ഷി, ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന നിർണായകമായിട്ടുള്ള മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല മണ്ഡലങ്ങളിലും NDA ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്.
ഇരു മുന്നണികളും അങ്കലാപ്പിലായിരിക്കുന്നു. പലയിടത്തും LDF UDF ധാരണയ്ക്കുള്ള ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു. NDA വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള LDF UDF ബാന്ധവത്തിന്, പരസ്യമായ ബാന്ധവത്തിന് അവർ കൈകോർക്കാൻ തയ്യാറായിരിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്തെ മുതാക്കൽ പഞ്ചായത്തിൽ പരസ്യമായി LDFന്റെയും UDFന്റെയും സഖ്യം നമ്മൾ കണ്ടു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് LDF UDF സഹകരണത്തിനാണ് കേരളത്തിലും ശ്രമിക്കുന്നത്. IND മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാനാണ് പിണറായി വിജയനും VD സതീശനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ് LDFന്റെയും UDFന്റെയും. UDF ആണെങ്കിൽ വല്ലാത്ത പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ടാണ് അവരുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുള്ള നടപടികൾ ഉണ്ടായത്. ഒന്നും വിലപ്പോവില്ല. ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം അവസാനിക്കും. പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും.